സ്വന്തമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് മാറി നിന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കി അതിനെ സ്വയം വിലയിരുത്തുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഇതാ. ആ ഇത് കിട്ടാൻ ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്തത്. ഇതിനായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മെറി ക്രിസ്മസ് എടുത്തിട്ടുണ്ട്. അത് ഈ ചരട് കെട്ടാതെയാണ് വരുന്നത്. അത് നമ്മൾ ചരട് കെട്ടിയെടുക്കുവാണേ. അടുത്ത സാന്താക്ലോസ് ആണ്. സാന്താക്ലോസിന് ഒരു 3 എടുത്തിട്ടുണ്ട്. അതിലും ചരട് ഒക്കെ ഉണ്ട്. ചരടിന് നീളം കുറവായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ച് ഈ റൗണ്ടായിട്ടുള്ള കമ്പിയിൽ ഒട്ടിച്ചെടുക്കുവാണേ. കമ്പിക്ക് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതി. അങ്ങനെ അത് 3 എടുത്തു. മെറി ക്രിസ്മസ് എവിടെ സെറ്റ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അത് പിന്നത്തേക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ മാല എടുത്തിട്ട് ആ വളച്ച് വെച്ച കമ്പിയിലേക്ക് ചുറ്റി കൊടുക്കണേ. ചുറ്റി കൊടുക്കുമ്പോൾ കമ്പിയുടെ ഇടയ്ക്കോളെ ഇത് എടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ചുരുട്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടേ. ചുരുട്ടി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നിടത്ത് ഒരു ടേപ്പ് വെച്ച് വല്ലതും ചുറ്റി വെക്കുകയോ അല്ലെങ്കിൽ കെട്ടി വെക്കുകയോ വല്ലതും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കറക്കി എടുക്കുമ്പോഴത്തേക്കും അത് കറങ്ങി പോരും. ഇങ്ങനെ ആ കമ്പിയിലേക്ക് ഫുള്ളായിട്ട് ചുറ്റി എടുത്താൽ മതിയേ. ഞാനിത് ചുറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് മാലയൊക്കെ ബാലൻസ് വന്നേ. ആ മാല ഇങ്ങ് കട്ട് ചെയ്ത് തന്നെ എടുത്തേ. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കി മെറി ക്രിസ്മസ് എവിടെ വെക്കും എന്ന്. അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാമെന്ന്. ചാർട്ടിന് നീളം കുറവായതുകൊണ്ട് റൗണ്ടിൻ്റെ സെൻട്രലിലായിട്ട് മെറി ക്രിസ്മസ് വന്നില്ല, അല്പം മുകളിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ പഴയ കട്ട് ചെയ്തെടുത്ത് പീസ് എടുത്ത് അടിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മെറി ക്രിസ്മസിനെ സെൻട്രലിലാക്കി എടുത്തു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഇതാണ്.